മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പും മനുഷ്യൻ്റെ വിളിയുമൊക്കെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു കമ്പനി വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം വിളിക്കുകയാണ്. ഒരാളെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അയാൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, അയാളത് ചെയ്യുമോ, അയാളെ കൊണ്ടതിന് പറ്റുമോ. പറ്റുന്നുണ്ടെങ്കിലേ നമ്മൾ അയാളെ ഇത് ഏൽപ്പിക്കുകയുള്ളൂ, അതിനുവേണ്ടി അയാളെ വിളിക്കത്തുള്ളൂ, അല്ലെ ഒരിക്കലും വിളിക്കത്തില്ല. ലോകത്തിൽ അങ്ങനെയാണ്. എന്നാൽ ദൈവം മനുഷ്യരെ വിളിച്ചപ്പോൾ നോക്കിക്കേ, ഞാൻ എന്തിനാ അത് പറയുന്നത് അറിയോ? നിങ്ങൾ എൻ്റെ കൂടെ വരണം. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ, എന്നെ വിളിച്ചപ്പോൾ, നിന്നെയും ദൈവം വിളിച്ചപ്പോൾ എൻ്റെയും നിൻ്റെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം വിളിച്ചത്. തൻ്റെ കൃപയാല എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതും നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നതും ദൂരെ ഇരുന്ന് ഇത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആമേൻ, ദൈവത്തിൻ്റെ കൃപയാല. ഇത് പറയാനും കേൾക്കാനും ഒക്കെ ഇടയാകുന്നതിൻ്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശം, ആമേൻ, അത് ദൈവത്തിൻ്റെത് മാത്രമാണ്. അത് തമ്പുരാൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ആമേൻ. മനുഷ്യൻ പുറമേയുള്ള ബാഹ്യമായ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ വിളിക്കുമ്പോൾ, ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ ബാഹ്യമായ കാര്യങ്ങളൊക്കെയാണ് മനുഷ്യൻ നോക്കുന്നത്. എന്നാൽ ബാഹ്യമായ എന്തെങ്കിലും നോക്കിയല്ല ദൈവം വിളിക്കുന്നത്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, നോക്കുന്നു, ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്, ഹൃദയത്തെയാണ്. ആമേൻ. പ്രവാചകനായ ശമൂവേലിനോടാ ദൈവം അങ്ങനെ പറഞ്ഞത്. ശമൂവേല്, ആമേൻ, ശൗലിനെ അഭിഷേകം ചെയ്യാൻ പോയപ്പോൾ അവന് പൊക്കമുണ്ട്, അവൻ എല്ലാം കൊണ്ടും യോഗ്യനായിരുന്നു, അവൻ തന്നെ അവനെക്കുറിച്ച് മനസ്സിലായി. എന്നാൽ ദാവീദിനെ വിളിക്കുമ്പോൾ, ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ ഇശ്ശായിയുടെ വീട്ടിലേക്ക് ദൈവം ശമൂവേൽ പ്രവാചകനെ അയക്കുമ്പോൾ നേരത്തെ തന്നെ അവനോട് പറഞ്ഞു, ആമേൻ, മനുഷ്യൻ പുറമേ ഉള്ളതാ നോക്കുന്നത്, പുറമേ ഉള്ളത് നോക്കിയിട്ട് നീ തീരുമാനിക്കരുത്, ഹൃദയമാണ് ദൈവം നോക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കിയത്.